10ാം ക്ലാസ്സിന് ശേഷം +1 തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? +1 ഏകജാലക അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ചെയ്യുമ്പോൾ തെറ്റുകൾ വരാതിരിക്കാൻ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടത് എന്തെല്ലാം? +1 പ്രവേശനത്തിൻ്റെ നടപടിക്രമങ്ങളിൽ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകൾ കയ്യിൽ കരുതണം? ഓരോ വിദ്യാർത്ഥിയുടെയും അഭിരുചിക്കനുസരിച്ച് +1ലെ ഏത് സ്ട്രീം ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളാൽ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ് +1ലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ. +1ലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കുമായി ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ വളരെ ഡീറ്റെയിൽഡായ ഒരു ലൈവ് സെഷനുമായി എത്തുകയാണ്. നാളെ, അതായത് ജൂൺ 2-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണി മുതൽ ലൈവ് ആരംഭിക്കുന്നു. ഏറ്റവും ആധികാരികമായി ഈ ലൈവിലുടനീളം വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും നയിക്കുന്നത് കരിയർ ഗൈഡൻസ് എക്സ്പേർട്ടും വിദ്യാഭ്യാസ മേഖലയിലെ സമകാലികമായ എല്ലാ മാറ്റങ്ങളെക്കുറിച്ചും നിരീക്ഷിച്ച് അതിൻ്റെ സാധ്യതകളെക്കുറിച്ചെല്ലാം അറിവുകൾ ശേഖരിച്ച് കേരള സമൂഹത്തിലെ നിരവധി വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും തിരിച്ചറിവുകൾ നൽകുന്ന ശിവകുമാർ സാറാണ്. ബ്രില്യൻ പാല ബ്രിഡ്ജ് കോഴ്സ് എന്ന യൂട്യൂബ് ചാനലിലാണ് ഈ ലൈവ് സംപ്രേഷണം ചെയ്യുന്നത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തട്ടെ. ഒരുപാട് വിജയികളെ സൃഷ്ടിച്ച, വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ മാറ്റം സൃഷ്ടിച്ച ബ്രില്യൻ നടത്തുന്ന ലൈവാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആ ലൈവിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന അറിവുകൾ നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുമെന്നത് നിസ്സംശയം പറയാവുന്ന വസ്തുതയാണ്. ഇനി ഇത് +1ലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന നമ്മുടെ കൂട്ടുകാരിലേക്കും അവരുടെ മാതാപിതാക്കളിലേക്കും എത്തിക്കേണ്ടത് അത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ്. താങ്ക് യു.